ഈ കല്ലടിക്കോടൻ മലയുമായിട്ട് ബന്ധമുള്ള ഒരു സ്ഥലം തന്നെയാണ് അട്ടപ്പാടിയിലെ മല്ലീശ്വരമുടി എന്ന് പറയുന്നത്. ശിവനാണ് അവിടെ. ആദിമമായിട്ടുള്ള ഒരു ആരാധനാ കേന്ദ്രമാണ് ഈ മല്ലീശ്വരമുടി. അട്ടപ്പാടിയിലാണ്. ഈ അട്ടപ്പാടി വെച്ചാൽ അതും കുറച്ച് കേമത്തുണ്ട്. കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലും വലുതാണ് മണ്ണാർക്കാട് താലൂക്കിലെ അട്ടപ്പാടി പ്രദേശം. 3 പഞ്ചായത്താണ്: പുതൂര്, ഷോളയൂർ, അഗളി. ലോകപ്രശസ്തമായിട്ടുള്ള സൈലൻറ്റ് വാലി ഇതിൻ്റെ പടിഞ്ഞാറേ ഭാഗത്താണ്. ഒരു കാലത്ത് ഇരുട്ടുകുത്തി കാടുകൾ നിന്നിരുന്ന സ്ഥലം കൂടിയാണ് അട്ടപ്പാടി. വള്ളുവനാട്ടിലെ 18 സ്വരൂപങ്ങളിൽപ്പെട്ട ഒരു സ്വരൂപമായ കുന്നത്താട്ട് മാടമ്പ് എന്ന് പറയുന്ന മണ്ണാർക്കാട് നായർ വീട് വകയാണ് ഈ അട്ടപ്പാടി പ്രദേശം മുഴുവൻ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അത് എത്ര സ്ഥലമുണ്ടെന്ന്. അങ്ങനെ 1950-കൾ 60-കൾ വരെയൊക്കെ അട്ടപ്പാടി നിറയെ കാടായി കിടന്നു. പിന്നീട് അവിടുത്തെ മരങ്ങൾ മുഴുവൻ മുറിച്ച് എടുക്കുകയും അട്ടപ്പാടി ഒരു ഊഷര ഭൂമിയായി മാറുകയും കാടുകളൊക്കെ തുണ്ടുകളായിട്ട് വിഭജിക്കപ്പെട്ടു. അട്ടപ്പാടിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സൈലൻറ്റ് വാലി പ്രദേശത്തിനോട് ബന്ധപ്പെട്ടിട്ടും ഭവാനി റേഞ്ചിലുമായിട്ട് കുറച്ച് കാടുകളും, ശിരുവാണി, മുത്തികുളം ഭാഗങ്ങളിൽ ഷോളയൂരിൻ്റെ തെക്ക് ഭാഗത്ത് അവിടെയും കുറച്ച് കാടുകളും ബാക്കി നിന്നു. ബാക്കിയെല്ലാം വെളുപ്പിച്ചു പോയി. 64-65 ഊരുകളുള്ള അട്ടപ്പാടി ആദിവാസികളുടെ അതിജീവനം തന്നെ വളരെ ബുദ്ധിമുട്ടിലായിട്ട് വന്നു. അവിടെയാണ് ഈ പ്രശസ്തമായ ഈ മല്ലീശ്വരമുടി എന്ന് പറയുന്ന ശിവക്ഷേത്രം. ക്ഷേത്രം എന്നല്ല അതിനെ പറയേണ്ടത്, ക്ഷേത്രം മറ്റൊരു തരത്തിലാണ്, കാവാണ്. ഈ അട്ടപ്പാടിയിൽ ഈ അമ്പലത്തിൽ പ്രാധാന്യമായിട്ട് വിശേഷമായിട്ട് ഉള്ളത് ശിവരാത്രിയാണ്. ഈ ശിവരാത്രി അവിടെ ഉള്ള എല്ലാ ഊരുകളിലുള്ളവർ ഈ ശിവരാത്രിക്ക് ഈ ക്ഷേത്രത്തിൽ എത്തും. കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ശിവനാണ് അവിടെ. ശിവൻ്റെ പല രൂപങ്ങളും ഭാവങ്ങളും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കൃഷിയോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ശിവസങ്കല്പം അത് അത്ര അധികം നമുക്ക് പരിചയമില്ല. ഇവിടെ നിന്നാ അങ്ങനെ ആ ആദിമമായിട്ടുള്ള അച്ഛനാണ് ഈ കുടുംബ ബന്ധങ്ങളിൽ പഴയ കാലത്ത് ഭക്ഷണം സ്വരൂപിക്കുന്നത്. അതിന് തെളിവായിട്ട് അവിടെ പല കാര്യങ്ങളുമുണ്ട് ഈ അമ്പലത്തിലേ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, ഈ അവിടുത്തെ ചില ചടങ്ങുകളൊക്കെ കണ്ടാൽ അറിയാം. ഈ ശിവരാത്രി ദിവസം ഒരു പ്രധാന ആയിട്ട് അവിടെ എല്ലാവരും ചെയ്യുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ അടുത്തൊക്കെ വിത്തുകളുണ്ടായിരിക്കും.
ഒരു നാരായം രണ്ട് നാരായം ഒക്കെ വിത്തുകൾ, പല പല വിത്തുകൾ, രാഴിയുടെ വിത്തുണ്ടാവും, തേനയുടെ വിത്തുണ്ടാവും, ചോളത്തിൻ്റെ വിത്തുണ്ടാവും, പയറിൻ്റെ വിത്തുണ്ടാവും, വെണ്ടയുടെ വിത്തുണ്ടാവും. അങ്ങനെ പച്ചക്കറികളുടെയും ധാന്യങ്ങളുടെയും ഒക്കെ വിത്തുകൾ ഇവർ ഒരു കീക്കെട്ടിയിട്ട് കൊണ്ടുവരും. അത് ഓരോ ഊരിന്നും കൊണ്ടുവരും. എന്നിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഈ ശ്രീകോവിലിൻ്റെ ചുമരുമ്പിലേക്ക് എറിയും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അനവധി ആൾക്കാർ കുറേ വിത്തുകൾ, ഒരു നാരായം രണ്ട് നാരായം വിത്ത് വീതം കൊണ്ടുവന്നിട്ട് അവിടെ എറിഞ്ഞൊരു പ്രദക്ഷിണം കഴിഞ്ഞ് വന്നാൽ ഇവർ ഈ എറിഞ്ഞൻ്റെ കുറച്ച് അവർക്ക് ആവശ്യമുള്ളത് അവിടുന്ന് ഇങ്ങോട്ട് വാരിയിട്ട് അവർ വീട്ടിൽ കൊണ്ടുപോയിട്ട് തരംതിരിക്കും ഓരോ വിത്തുകൾ. ആ വിത്തുകൾ ഇട്ടിട്ടുള്ള വിളകൾക്ക് പ്രാധാന്യമുണ്ട്. ആ വിളകൾ നന്നായി ഉണ്ടാവുമെന്നാണ് അവരുടെ വിശ്വാസം. ഞാൻ 15 തരത്തിൻ്റെ വിത്ത് കൊണ്ടുപോയി, വേറൊരാൾ 16 തരത്തിൻ്റെ വിത്ത് കൊണ്ടുപോയി, വേറൊരാൾ 8 തരത്തിൻ്റെ വിത്ത് കൊണ്ടുപോയി, വേറൊരാൾ 30 തരത്തിൻ്റെ വിത്ത് കൊണ്ടുപോയി. ഇതൊക്കെ അവിടെ എറിയുകയാണ്, ഇതൊക്കെ കലരുകയാണ്. ഈ കലർന്നേന്നാണ് നമ്മൾ വാരിയെടുക്കുന്നത് വിത്ത്. അപ്പോൾ നമ്മളടുത്ത് ഇല്ലാത്ത വിത്തും ചിലപ്പോൾ കിട്ടും. അങ്ങനെ ഓരോരുത്തർക്കും കിട്ടും. ഈ സാധനങ്ങളൊക്കെ നശിക്കാണ്ട് നിലനിൽക്കും. ഈ വീട്ടിലല്ലെങ്കിൽ ആ വീട്ടിൽ, ഈ ഊരിലല്ലെങ്കിൽ ആ ഊരിൽ ആ സാധനം ഉണ്ടായിരിക്കും. പച്ചക്കറി ആണെങ്കിലും ധാന്യമാണെങ്കിലും എന്താണെങ്കിലും ശരി, അങ്ങനെയാണ് അവിടെ. അതൊരു ചടങ്ങ് അവിടുത്തെ. പിന്നെ സാധാരണ ഈ ശിവൻ്റെ അമ്പലങ്ങളിലൊക്കെ നന്ദീശ്വരൻ ഉണ്ടായിരിക്കും. നന്ദിയുടെ തത്വം ഒന്ന് വേറെയാണ്. ഒന്നുകിൽ മുഖമണ്ഡപത്തിലായിരിക്കും, അല്ലെങ്കിൽ വെലിക്കപ്പെരയിലായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പുറത്തായിരിക്കും. എവിടെയായാലും ഈ ശിവവാഹനമായിട്ടുള്ള നന്ദി പ്രതിമ ശിവക്ഷേത്രങ്ങളിലെ ഒരു അവിഭാജ്യ ഘടകമാണ്. ഇവിടെയുണ്ട് കാളയുടെ പ്രതിമ, പക്ഷേ നന്ദിയല്ല, വെറും കാള. നന്ദിയുടെ പ്രത്യേകത നന്ദിയുടെ മുഖമാണ്. നന്ദിയുടെ കണ്ണുകൾ ഈ ശിവലിംഗത്തിൻ്റെ നേരെ മുകളിലേക്ക്, ശിവൻ്റെ ആ മുഖത്തേക്ക് നോക്കിയിട്ടിരിക്കുന്ന രീതിയിലായിരിക്കും നന്ദിയെ കുത്തിവെക്കുക. ഇത് വെറുതെ ഒരു കാളയുടെ രൂപമാണ്. ഇത് കരിങ്കല്ലിൽ ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു അരയാലുണ്ട്, അതിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി വയ്ക്കും. വഴിപാടാണ്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ കന്നുകാലികൾക്ക് ആപത്ത് വരാതിരിക്കാൻ. കാടാണല്ലോ, കടുവ, പുലി തുടങ്ങിയ മൃഗങ്ങളൊക്കെ ഇവയെ മേയാൻ വിടുമ്പോഴൊക്കെ പിടിച്ച് തിന്നും. അതൊന്നുമില്ലാതെ നാക്കാലികൾക്ക് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ശിവന് ഇത് വഴിപാടായി കഴിക്കുന്നത്. അനവധി കരിങ്കല്ലിൻ്റെ കാളപ്രതിമകൾ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. ഇതും കാർഷിക സംസ്കാരവുമായിട്ട് ഉള്ള ബന്ധം വെളിവാക്കും. ശിവരാത്രി ദിവസം ഈ ഊരിലുള്ള ഓരോ ഊരിൽ നിന്നും ഈ നമ്മൾ നോൽമ്പൊക്കെ എടുത്തിട്ട് വന്ന ആൾക്കാരും പിന്നെ ഒരു മൂപ്പനും ഉണ്ടായിരിക്കും. ഇവർ എണ്ണ മുളങ്കുറ്റിയിലാക്കിയിട്ട് കൊണ്ടുവന്ന് ഈ മുളങ്കുറ്റികളിലെ എണ്ണയെല്ലാം തണ്ടാക്കിയിട്ട് ഒരു സംഘം ഉണ്ടാവും. ആ സംഘം ഈ ഭവാനിപ്പുഴ കടന്നിട്ട് ഈ മല്ലീശ്വരമുടിയുടെ മുകളിലേക്ക് നടന്നു പോകും. ഇപ്പോഴും ഉണ്ട്. ഇവർ വൈകുന്നേരമാവും, ശിവരാത്രി ദിവസം വൈകുന്നേരമാവുമ്പോഴേക്ക് ഈ മല്ലീശ്വരമുടിയുടെ ഒരുപാട് ഉയരമുണ്ട്, അതിൻ്റെ ഏറ്റവും മുകളിൽ എത്തി അവിടെ ഒരു കല്ലിൻ്റെ വിളക്കുണ്ട്. ആ വിളക്കിൽ ഈ എണ്ണ ഒഴിച്ച് വലിയ തിരികളുമിട്ട് കത്തിക്കും. ഇത് അട്ടപ്പാടിയിലെ 64 ഊരുകളിൽ 63 ഊരിൽ നിന്നും കാണും. തടുക്കി എന്ന് പറഞ്ഞ ഒരു ഊരിൽ നിന്നും മാത്രം കാണാൻ പറ്റില്ല. അത് ഇതിൻ്റെ തെക്ക് ഭാഗത്താണ്. ബാക്കി എല്ലാ ഊരിൽ നിന്നും നോക്കിയാൽ മല്ലീശ്വരമുടി കാണാം. മല്ലീശ്വരമുടി കാണുന്നിടത്തെ അവർ ഊര് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വിളക്ക് കണ്ടിട്ട് തൊഴുക,
അതാണ് അവിടുത്തെ ഒരു പ്രധാനം, ഈ വിളക്ക് വെപ്പ് ഈ മല്ലീശ്വരമുടിയുടെ മുകളിൽ. അത്രയും ഹൈറ്റിൽ പോയിട്ടാണ് അവർ അത് കുളി നോലുമ്പൊക്കെ ആയിട്ട് പോയിട്ടാണ് ഇത് വെച്ചിട്ട് പോരുന്നത്. ഇതാണ് അവിടെ ഉത്സവം. അല്ലാതെ അവിടെ ആന എഴുന്നള്ളിപ്പ്, മറ്റേത് പൂജ, കാര്യം, ഹോമം, ഇതൊന്നുമില്ല. ഈ ഊരിലുള്ള ആൾക്കാരെല്ലാവരും കൂടി അവിടെ ഒത്തുകൂടുക, എന്നിട്ട് ഈ വിത്ത് കൈമാറ്റങ്ങൾ നടക്കുക. അതിൻ്റെ ഒപ്പം കുറച്ച് കച്ചവടവും ഇതുമൊക്കെ ഉണ്ട്. പിന്നെ ഒരു ചടങ്ങായിട്ടുള്ളത് എന്ന് പറയുന്നത് ഈ വിളക്ക് വെപ്പാണ്. ഇത്രയും ഉയരമുള്ള ഇതിൻ്റെ മുകളിലേക്ക് ഇവർ നടന്ന് കയറിപ്പോയിട്ട് അവിടെയുള്ള ആ വിളക്കിൽ ഈ വയ്ക്കുന്നു ശിവരാത്രി ദിവസം. വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ് അത്. അങ്ങനെ എല്ലാവർക്കും അങ്ങോട്ട് കയറി പോകാനൊന്നും പറ്റില്ല. അങ്ങനെ കുളി നോൽമ്പൊക്കെ ഉള്ള കുറച്ച് ടീംസിന് മാത്രമാണ് ഈ ഇതിൻ്റെ മുകളിലേക്കുള്ള പെർമിഷനുള്ളൂ കയറാൻ. ഫോറസ്റ്റിൻ്റെ പെർമിഷനോട് കൂടിയിട്ടൊക്കെയാണ് അവർ കയറുന്നത്. ഈ മല്ലീശ്വരമുടിയുടെ തെക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ ഭവാനി റിസർവാണ്, ഭവാനി റേഞ്ച്, ഇങ്ങേപ്പുറം അഗളി റേഞ്ച്, കിഴക്ക് വടക്ക് ഭാഗം. ഈ ഭവാനി റേഞ്ച് സൈലന്റ് വാലിയുടെയും മല്ലീശ്വരമുടിയുടെയും കൂടി ഇടയിലാണ്. അതിലൂടെയാണ് ഭവാനിപ്പുഴ താഴേക്ക് വരുന്നത്. ഊട്ടിയിൽ മുകളിൽ ഊട്ടിയിൽ ഏറ്റവും ഉയർന്ന സ്ഥലങ്ങളായ ബങ്കിത്തപാൽ എന്നൊക്കെ പറയുന്ന, സിസ്പാറ എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുടെ സൈഡിൽ നിന്നും തമിഴ്നാടൻ കുന്ദാവനങ്ങൾ വന്നത്. ആ കുന്ദാവനങ്ങളുടെ തെക്ക് ഭാഗത്ത് നിന്നാണ് ഈ ഭവാനിപ്പുഴയുടെ ഉത്ഭവം. അത് തമിഴ്നാട്ടിലാണ്. ഈ തമിഴ്നാട്ടിൽ കൂടി ഒഴുകിയിട്ട് കേരളത്തിലേക്ക് വരും, അട്ടപ്പാടിയിലേക്ക്. എന്നിട്ട് പിന്നെ അട്ടപ്പാടിയിൽ കൂടി ഒഴുകി വീണ്ടും തമിഴ്നാട്ടിലേക്ക് തന്നെ പോവും. അങ്ങനെയാണ് ഭവാനിപ്പുഴ. മുകളിൽ ഡാമുണ്ട്, അതിന് അപ്പർ ഭവാനി ഡാം റിസർവോയർ. ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണത്. മഞ്ഞും തണുപ്പും കോടയൊക്കെയാണ് കൊല്ലത്തിൽ അധിക ദിവസങ്ങളിൽ. ഈ ഭവാനിപ്പുഴ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരും. ഇറങ്ങി വന്ന ഈ മല്ലീശ്വരമുടിയുടെ തെക്ക് ഭാഗത്ത് കൂടി വന്ന് റാ എന്ന് എഴുതിയ പോലെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വന്ന് പിന്നെ പുതൂര് വഴിക്ക് അങ്ങനെ പോയി മേട്ടുപ്പാളയത്ത് വഴി പോയി ലോവർ ഭവാനി പോയി അങ്ങനെ ഭവാനി എന്ന് പറയുന്ന സ്ഥലത്തെത്തി കാവേരി നദിയോട് ചേരുകയാണ്. അതീവ സുന്ദരിയാണ് ഈ ഭവാനിപ്പുഴ. ഭവാനിക്കൊരു കഥയുണ്ട്. അതായത് അതീവ സുന്ദരിയായിട്ടുള്ള ഭവാനി ഇങ്ങനെ ഇറങ്ങി വരാത്ര. കഥയാണ് കേട്ടോ, ചോദ്യമല്ലേ, കഥയിൽ ചോദ്യമില്ല. ഈ ഭവാനി ഇങ്ങനെ ഇറങ്ങി വന്ന് അട്ടപ്പാടിക്ക് ഇറങ്ങി വന്നു. അന്ന് അട്ടപ്പാടി പച്ചച്ച് നിൽക്കുന്ന സമയം തന്നെയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ മുക്കാലി എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ വെച്ചിട്ടാണ് ഈ ഭവാനിപ്പുഴ നേരെ വടക്കോട്ട് തിരിഞ്ഞൊഴുകി പോകുന്നത്, തമിഴ്നാട്ടിലേക്ക് തിരിഞ്ഞൊഴുകുന്നത്. ശരിക്കും അവിടെയുള്ള ചെറിയൊരു കുന്നിൻ്റെ സൈഡിൽ കൂടി ഇങ്ങോട്ട് കടന്നാൽ നെല്ലിപ്പുഴയായി നേരെ കേരളത്തിലേക്ക് ആണ് ഭവാനി ഒഴുകുക. കേരളത്തിൻ്റെ പുഴയായി മാറിയിരുന്നു എന്ത് ഈ ഭവാനി. പക്ഷെ അവിടെ എത്തുമ്പോൾ ചെറിയ ഇഡ്ലിത്തട്ട് കത്തിയിട്ട പോലുള്ള ചെറിയൊരു കുന്നാണ് ഇതിനെ തടസ്സപ്പെടുത്തുന്നത്. അത് തടസ്സപ്പെടുത്തിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അതിൻ്റെ കഥയാണ് ഈ അട്ടപ്പാടിയിൽ നിന്ന് ഒരിക്കൽ കേൾക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് നായാടിയും പറയുകയുണ്ടായി. ഈ ഭവാനി അതീവ സുന്ദരിയായത് കാരണം ഭവാനി വന്നിട്ട് ഈ വക്കത്ത് വന്നിട്ട് താഴെ ഭാഗത്ത് കേരളമാണ്, മണ്ണാർക്കാടാണ്. ഒന്നിങ്ങനെ നോക്കി കേരളത്തിലേക്ക് ഒഴുകാനാണ് ഉദ്ദേശിച്ച് വന്നത് അത്ര. അപ്പോൾ നോക്കുമ്പോൾ കേരളം ഭവാനിയേക്കാളും സുന്ദരിയായിട്ട് ഭവാനിക്ക് തോന്നി. ഇത്രയും സൗന്ദര്യമുള്ള കേരളത്തിലേക്ക് ഞാൻ ചെന്നാൽ എന്നെ ആരും വില വയ്ക്കില്ല എന്ന് കരുതിയാണത്രേ ഒട്ടും സൗന്ദര്യമില്ലാത്ത തമിഴ്നാട്ടിലേക്ക് ഭവാനി
തിരിഞ്ഞൊഴുകിപ്പോയി. കാര്യം എന്ത് പറഞ്ഞാലും കഥയാണെങ്കിലും തമിഴ്നാട്ടുകാർ ഭവാനീനെ അങ്ങനെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്നുണ്ട്. അവർക്ക് പുഴയിലെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രധാനം തന്നെയാണ്. എന്നാലും അതിലുള്ള ആ കഥ, അതിലുള്ള ആ ഒരു സ്വാരസ്യം അത് ഭയങ്കര രസമാണ്. പിന്നെ ഇത് മാത്രമല്ല, ഈ ഒരു ചെറിയ കുന്ന് അവിടുന്ന് മാറിയിട്ട് ഒരു ലേശം വെട്ട് കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിലേക്കാണ് ഈ പുഴ വരികയും ചെയ്യുക. അങ്ങനെ ഒരു കഥ അട്ടപ്പാടിയിലുണ്ട്. ഈ അട്ടപ്പാടിയുമായിട്ട് വേറെ കുറേ ബന്ധങ്ങൾ എനിക്കുണ്ട്. ഒരു കൃഷി സംബന്ധമായിട്ടുള്ളൊരു ബന്ധം ആണ്. അങ്ങനെയാണ് ഞാൻ ഈ അട്ടപ്പാടിയിൽ എത്തിപ്പെട്ട് അവിടുത്തെ ഇതൊക്കെ കുറേ കഥകൾ മനസ്സിലാക്കിയത്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഏരിയയാണ് അട്ടപ്പാടി. പല ആദിവാസി സമൂഹങ്ങൾ, പിന്നെ താഴത്തുനിന്ന് പല പല ആവശ്യങ്ങൾക്കായിട്ട് കയറിപ്പോയവർ, ജോലിക്കായി വന്നിട്ട് അട്ടപ്പാടിയിൽ വന്നല്ലോ എന്ന് വിചാരിച്ച് അട്ടപ്പാടിയെ പ്രാപിയിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ പല പല ആൾക്കാർ കൂടിയിട്ടുള്ള ഒരു പ്രദേശം. ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ കാടൊക്കെ അവിടെയും ഇവിടെയൊക്കെ മരങ്ങളൊക്കെ തളിർത്ത് വന്ന് ആയിട്ടുണ്ട്. എങ്കിലും പഴയ അട്ടപ്പാടിയുടെ പ്രൗഢി ഇപ്പോഴും എത്തിയിട്ടില്ല. ഈ മല്ലീശ്വരൻ കല്ലടിക്കോട്ട് നീലിയുടെ ഭർത്താവായിട്ടാണ് ശരിക്കും മല്ലീശ്വരനെ കണക്കാക്കുന്നത്. ആദി മാതാവും ആദി പിതാവും ഇത് രണ്ടും അടുത്തടുത്താണ്. രണ്ടും മലകളിലാണ്. രണ്ടിടത്തും പുഴകളും വെള്ളമുണ്ട്. രണ്ടിടത്തും ദ്രാവിഡ സമ്പ്രദായത്തിലാണ് പൂജാതി കാര്യങ്ങളോ ആരാധനാക്രമങ്ങളോ ഒക്കെ. ഇത് തമ്മിലുള്ള ഒരു കണക്ഷൻ അത് പറയാണ്ടിരിക്കാൻ വയ്യ. അത് വളരെ ഉണ്ട് ആ കണക്ഷൻ. ആ അമ്മ ദൈവവും ഇതൊരച്ഛൻ ദൈവവും. അമ്മ ദൈവത്തിനാണ് കേമത്വം. അതെപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. കുടുംബമാകുമ്പോൾ അമ്മയ്ക്കാണല്ലോ പ്രാധാന്യം കൂടുന്നത് അവിടെ. കാരണം കാര്യം നടത്തിപ്പോൾ എൻ്റെ ഊണ് കഴിക്കണമെങ്കിൽ അവിടുന്നാണല്ലോ. ഊണ് കഴിക്കാനുള്ള വകുപ്പ് ഇങ്ങേപ്പുറത്തുനിന്നാണെങ്കിൽ ഒരു പ്രത്യേകത അവിടെയുണ്ട്. പോയി കാണേണ്ടതാണ് രണ്ട് സ്ഥലങ്ങളും. അവിടുത്തെ കഥകൾ, അവിടുത്തെ അന്തരീക്ഷം, അവിടുത്തെ ആചാരങ്ങൾ, ചിട്ടവട്ടങ്ങൾ ഒക്കെ പോയി കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. ഈ അട്ടപ്പാടിയിൽ എനിക്കൊരു ചെറിയ ബന്ധമുണ്ട്. ഈ ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. 2010-2012 കാലഘട്ടത്തിൽ ഞാൻ കുറച്ചു കാലം അട്ടപ്പാടിയിൽ കൃഷി നടത്തിയിരുന്നു. ഈ കൃഷി നടത്തിയപ്പോൾ അവിടുത്തെ ഒരു ജോലിക്കാരനായിട്ട് എൻ്റെ അവിടുത്തെ പല കഥകളുമൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു സാധു മനുഷ്യൻ ഉണ്ടായിരുന്നു. പീലാണ്ടി എന്നായിരുന്നു അയാളുടെ പേര്.